മീനങ്ങാടി ഹൈസ്കൂൾ ജംഗ്ഷനിൽ ത്രിവേണി തിയേറ്ററിൻ്റെ അടുത്തൊരു പുതിയ തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. ഞാൻ 2 ദിവസം പോയാണ് ഇവിടുത്തെ വീഡിയോ എടുത്തത്. 3 മണിക്ക് കട തുറക്കുമ്പോൾ തന്നെ പഴംപൊരി, നെയ്പത്തിരി, സമൂസ, ഉള്ളിവട, ഉണ്ട, സുഖിയൻ, മസാല ബോണ്ട, പരിപ്പ് വട, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ തുറക്കലപ്പം റെഡിയാവും. ഈ തുറക്കലപ്പത്തിൻ്റെ ഉള്ളിൽ മയോണൈസ്, മുട്ട, ചിക്കൻ, ചമ്മന്തി, അങ്ങനെ അടിപൊളി വിഭവങ്ങളാണ്. അത്രമേൽ ടേസ്റ്റാണ് ഈ സാധനം. ഇത്രയൊക്കെ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും 10 രൂപയാട്ടോ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തത്. ഈ കല്യാണത്തിനൊക്കെ തലേദിവസം കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി എല്ലും കപ്പയും കൂടെ അത്രമേൽ ടേസ്റ്റോടെ ഇതങ്ങ് കഴിച്ചു. അതൊരിക്കലും നിരാശപ്പെടുത്തില്ല കേട്ടോ. 60 രൂപയാണ് കപ്പ ബിരിയാണിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു നഷ്ടമല്ല, അത്രമേൽ ടേസ്റ്റിയാണ്. ഞാൻ കഴിച്ചാൽ ഏറ്റവും നല്ല കപ്പ ബിരിയാണീൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും അങ്ങോട്ട് നെഞ്ചോട് ചേർത്തു. പിന്നെയുള്ളത് ചില്ലി ചിക്കനാണ്. വലിയ പീസ് ചിക്കൻ ഉണ്ട്. ഒരു പ്ലേറ്റിന് 100 രൂപയാണ്, 8 പീസ്, അടിപൊളി. പിന്നെ മസാല ദോശ, പൂരി, പത്തിരി, നെയ്ച്ചോറ്, ചിക്കൻ കറി, ബോട്ടി, ബീഫ് ഫ്രൈ, ബീഫ് ലിവർ, വെജ് കറി, അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട്. ഇവിടെ വന്ന് കഴിക്കുന്നവരോടൊക്കെ അഭിപ്രായം ചോദിച്ചു. എല്ലാവരും അടിപൊളി, സൂപ്പറാന്ന് തന്നെയാണ് പറയുന്നത്. മീനങ്ങാടി വഴിക്ക് യാത്ര ചെയ്യുന്നവർ ഈ തട്ടുകടയുടെ ഫ്രണ്ടിൽ ഒന്ന് സൈഡാക്കണേ. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അത്രമേൽ രുചികരമായ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ല വൃത്തി, കുറഞ്ഞ റേറ്റ്, കൂടുതൽ ക്വാണ്ടിറ്റി, അടിപൊളി. അപ്പോൾ തീർച്ചയായും മീനങ്ങാടി കട പോകുമ്പോൾ ഒന്നിറങ്ങണേ. രുചി നിങ്ങളെ അത്രമേൽ ആകർഷിക്കും. ഭക്ഷണം അമ്മ വിളമ്പുന്നത് പോലെ ആവണമെന്നാണ് പറയുന്നത്. ഇവരുടെ സ്നേഹവും പരിചരണവും ഒക്കെ അത്രമേൽ അടിപൊളിയാണ്. ആ ചായയും കൂടെ കഴിച്ച് ആ മഴയത്ത് ഞങ്ങൾ രാത്രി തട്ടുകടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി.